നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട് എക്സൽ പവർ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പവർ പോയിന്റിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ യു ഓപ്പൺ എ ന്യൂ പ്രസൻറ്റേഷൻ എ സ്ലൈഡ് വിത്ത് ദി ഡീഫോൾട്ട് ഡാഷ് ലേഔട്ട് അപ്പിയർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ യു ഓപ്പൺ എ ന്യൂ പ്രസൻറ്റേഷൻ, നമ്മളൊരു പുതിയ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എ സ്ലൈഡ് വിത്ത് ദി ഡീഫോൾട്ട് ഡാഷ് ലേഔട്ട് അപ്പിയർ, ഏത് ലേഔട്ടിലുള്ള ഡീഫോൾട്ട് സ്ലൈഡാണ് നമുക്ക് അപ്പിയർ ആകുന്നത്, നമുക്ക് വരുന്നത്? ടൈറ്റിലാണോ, ബ്ലാങ്ക് ആണോ, ഹോം ആണോ, വെർട്ടിക്കലാണോ? ഏതാണ്? നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്താ, ടൈറ്റിൽ സ്ലൈഡ് ആയിരിക്കും വരുന്നത് അല്ലേ. ടൈറ്റിൽ നിന്ന് കണ്ടിട്ട് ആഡ്, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, പിന്നെ അതിൻ്റെ താഴെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. നമ്മൾ എല്ലാ പ്രസൻറ്റേഷനും ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ആദ്യമേ വരുന്ന ഏതായിരിക്കും? ടൈറ്റിൽ സ്ലൈഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പേജ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ഇൻ പവർ പോയിന്റ് ഈസ് കോൾഡ്. പവർ പോയിന്റിൽ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ പേജിനെ പറയുന്ന പേരെന്താണ്? ഷീറ്റ് എന്നാണോ, സ്ലൈഡ് എന്നാണോ, പേപ്പർ എന്നാണോ, ഡോക്യുമെൻ്റ് എന്നാണോ? ഏതാണ് പറയുന്നത്? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ എന്താണ്? സ്ലൈഡ് 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 എന്ന്. ഓരോ പേജിനെയും, പവർ പോയിന്റിലുള്ള ഓരോ പേജിനെയും പറയുന്ന പേരെന്താണ്? സ്ലൈഡ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു പവർ പോയിന്റ് ഷോസ്. പവർ പോയിന്റ് ഷോസിൽ ഏതൊക്കെ ഫയൽ ഫോർമാറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? JPG ആഡ് ചെയ്യാൻ പറ്റുമോ, GIF ആഡ് ചെയ്യാൻ പറ്റുമോ, WAV ഫയൽസ് ആഡ് ചെയ്യാൻ പറ്റുമോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്? JPG ഫയൽസും GIFഉം WAV ഫയൽസും എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. ഏതാണ് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? MS Access ആണോ, പവർ പോയിന്റ് ആണോ, MS Excel ആണോ, വേഡ് പ്രോസസ്സർ ആണോ? ഏതാണ്? നമുക്കറിയാം ഏതാണ്. പവർ പോയിന്റ് ആണ് എന്ത്, ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Access എന്ന് പറയുന്നത് എന്താ, ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. Excel എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ് എക്സൽ. വേഡ് പ്രോസസ്സർ എന്താണ്? ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? പവർ പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സ്ലൈഡ് ഓറിയന്റേഷൻ ഓപ്ഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദി ഡാഷ്. സ്ലൈഡ് ഓറിയന്റേഷൻ ഓപ്ഷൻ എവിടെയാണ് ഉണ്ടാവുക? ഇൻസേർട്ട് ടാബിലാണോ, അനിമേഷൻ ടാബിലാണോ, ഡിസൈൻ ടാബിലാണോ, വ്യൂ ടാബിലാണോ? ഏത് ടാബിലാണ് നമ്മൾ സ്ലൈഡ് ഓറിയന്റേഷൻ ഓപ്ഷൻ പഠിച്ചത്? ഡിസൈൻ ടാബിലാണ് ഏത് പഠിച്ചത്? സ്ലൈഡ് ഓറിയന്റേഷൻ ടാബ് ഓപ്ഷൻ പഠിച്ചത്. സ്ലൈഡ് ഓറിയന്റേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും പഠിച്ചു. ഡീഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ഓറിയന്റേഷൻ പവർ പോയിന്റിൽ ഏതാണെന്ന് പഠിച്ചു? ലാൻഡ്സ്കേപ്പ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് എ സ്ലൈഡ്. ഒരു സ്ലൈഡിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ടൈറ്റിലാണോ, സബ് ടൈറ്റിലാണോ, ഡ്രോയിങ് ഒബ്ജക്റ്റ് ആണോ, ഹാൻഡ് ഔട്ട് ആണോ? ഏതാണ്? ടൈറ്റിൽ എന്താണ്? നമുക്ക് സ്ലൈഡിന്റെ കമ്പോണന്റ് ആണ്. നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് എടുക്കുമ്പോൾ തന്നെ കാണാം എന്താ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ കമ്പോണന്റ് ആണ്, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ കൊടുക്കാം. ഡ്രോയിങ് ഒബ്ജക്റ്റ്, നമുക്ക് ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യാം, ഇമേജസ് ആഡ് ചെയ്യാം, എന്താ ഷേപ്സ് ഒക്കെ ഡ്രോ ചെയ്യാം, ടേബിൾ ആഡ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ഒബ്ജക്റ്റും എന്താണ്? നമ്മുടെ സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് ആണ്. ഹാൻഡ് ഔട്ട്സ് എന്താണ്? ഹാൻഡ് ഔട്ട് എന്താണ്? മാസ്റ്റർ സ്ലൈഡാണ്. നമ്മൾ സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആൻഡ് നോട്ട്സ് മാസ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഹാൻഡ് ഔട്ട്സ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ഔട്ട്സ് മാസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാതെ വരുന്നത് എന്താണ്? ഹാൻഡ് ഔട്ട്സ് ആണ് സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ എ കറണ്ട് പ്രസൻറ്റേഷൻ. ഒരു കറണ്ട് പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+N ആണോ, Ctrl+M ആണോ, Ctrl+S ആണോ, Ctrl+A ആണോ? ഏതാണ്? പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. പുതിയ പ്രസൻറ്റേഷൻ ആണെങ്കിൽ അത് Ctrl+N ആണ്. വ്യക്തമായി പഠിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുതിയ സ്ലൈഡ്, ഒരു പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫീച്ചർ വിൽ യു യൂസ് ടു അപ്ലൈ മോഷൻ എഫക്റ്റ് ഇൻ ബിറ്റ്വീൻ എ സ്ലൈഡ് എക്സിറ്റ് ആൻഡ് അനദർ എൻഡേഴ്സ്? ഒരു സ്ലൈഡ് എക്സിറ്റ്, അപ്പോൾ 10 സ്ലൈഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് എക്സിറ്റ് ആയിട്ട് സ്ലൈഡ് ഷോയിൽ വരുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ലൈഡ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു മോഷൻ എഫക്റ്റ് അപ്ലൈ ചെയ്യും. അതിനെ എന്താണ് പറയുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ ആണോ, സ്ലൈഡ് ഡിസൈൻ ആണോ, അനിമേഷൻ ഒബ്ജക്റ്റ് ആണോ, അനിമേഷൻ സ്കീം ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? സ്ലൈഡ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡ്സിന് മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. അനിമേഷനോ ആ സ്ലൈഡിലുള്ള ഓരോ ഒബ്ജക്റ്റിനും ടെക്സ്റ്റിനും ഇമേജസിനും ഒക്കെ അനിമേഷൻ മോഷൻ എഫക്റ്റ് കൊടുക്കാനാണ് അനിമേഷൻ യൂസ് ചെയ്യുന്നത്. സ്ലൈഡിന് മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാബ് ഈസ് നോട്ട് അവൈലബിൾ ഓൺ ലെഫ്റ്റ് പാനൽ വെൻ യു ഓപ്പൺ എ പ്രസൻറ്റേഷൻ? നമ്മളൊരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാനൽ ഉണ്ടാകും ഇല്ലേ? ആ പാനലിൽ അവൈലബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്ലൈൻ ആണോ, സ്ലൈഡ്സ് ആണോ, നോട്ട്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എന്താണ്? ഏതാണ് അവൈലബിൾ അല്ലാത്ത? ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ നമുക്ക് സ്ലൈഡ്സ് കാണാം, എത്ര സ്ലൈഡ്സ് ഉണ്ടെന്നുള്ളത് കിടക്കും. ഔട്ട്ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡും സ്ലൈഡിൻ്റെ ഔട്ട്ലൈനും ടെക്സ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്നത് സ്ലൈഡ്സും ഔട്ട്ലൈനുമാണ് വരുന്നത്. ഏത് വരുന്നില്ല? നോട്ട്സ് വരുന്നില്ല. നൺ ഓഫ് ദീസ് നമുക്ക് പറയാൻ പറ്റുമോ? ഇതൊന്നും അല്ലല്ലോ. ഔട്ട്ലൈനും ഉണ്ട്, സ്ലൈഡും ഉണ്ട്. അപ്പോൾ അതിൽ വരാത്തത് ഏതാണ്? നോട്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒബ്ജക്റ്റ് ഓൺ ദ സ്ലൈഡ് ദാറ്റ് ഹോൾഡ് ടെക്സ്റ്റ് ആർ കാൾഡ്. സ്ലൈഡിലുള്ള ഒബ്ജക്റ്റ് ഓൺ എ സ്ലൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ദാറ്റ് ഹോൾഡ് ടെക്സ്റ്റിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന സ്ലൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലേസ് ഹോൾഡർ ആണോ, ഒബ്ജക്റ്റ് ഹോൾഡർ ആണോ, ഓട്ടോ ലേഔട്ട് ആണോ, ടെക്സ്റ്റ് ഹോൾഡർ ആണോ? ഏതാണ്? പഠിച്ചു. പ്ലേസ് ഹോൾഡർ ആണ്. പ്ലേസ് ഹോൾഡറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇമേജസിനെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലേസ് ഹോൾഡർ ഇല്ലാത്ത സ്ലൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലൈഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടേ നമുക്ക് കണ്ടന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പഠിച്ചു. അപ്പം ആ നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ പറയുന്ന പേര് പ്ലേസ് ഹോൾഡർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലൈഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക് ആൻഡ് സെറ്റ് ദ ടോൺ ഫോർ ദ പ്രസൻറ്റേഷൻ ഈസ് കോൾഡ്. നമുക്കൊരു ടോപ്പിക്കും അതിൻ്റെ ടോണും സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലൈഡ് ഏതാണ്? ടേബിൾ സ്ലൈഡ് ആണോ, ഗ്രാഫ് സ്ലൈഡ് ആണോ, ബുള്ളറ്റ് സ്ലൈഡ് ആണോ, ടൈറ്റിൽ സ്ലൈഡ് ആണോ? ഏതാണ്? ഓഫ് കോഴ്സ് ടൈറ്റിൽ സ്ലൈഡ് ആണ് അല്ലേ? ടൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ പോയിന്റ് വ്യൂ ദാറ്റ് ഡിസ്പ്ലേ ഓൺലി ടെക്സ്റ്റ് ടൈറ്റിൽ ആൻഡ് ബുള്ളറ്റ് ഈസ്. അതായത് ടെക്സ്റ്റ് മാത്രം അല്ലെങ്കിൽ അതിലെ ടൈറ്റിലും അതിൻ്റെ ബുള്ളറ്റ് ലിസ്റ്റും മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത് ഏത് വ്യൂവിലാണ്? സ്ലൈഡ് ഷോ വ്യൂവിലാണോ, സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണോ, നോട്ട്സ് പേജ് വ്യൂവിലാണോ, ഔട്ട്ലൈൻ വ്യൂവിലാണോ? ഏതിലാണ്? ഔട്ട്ലൈൻ വ്യൂവിലാണ് ഏത് കാണിക്കുന്നത്? ആ ടൈറ്റിലും അതിൻ്റെ ബുള്ളറ്റ്സും മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഏതിൽ കാണൂ? ഔട്ട്ലൈൻ വ്യൂവിൽ കാണത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫയൽ വിച്ച് കണ്ടെയ്ൻ റെഡിമെയ്ഡ് സ്റ്റൈൽസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റെഡിമെയ്ഡ് സ്റ്റൈൽസിനെ നമുക്ക് എന്ത് പറയാം? ഓട്ടോ സ്റ്റൈൽ എന്നാണോ, ടെംപ്ലേറ്റ് ആണോ, വിസാർഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് സ്ലൈഡ്സ് ആണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് ദ ഡീഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഫോർ നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ ആൻഡ് ഹാൻഡ് ഔട്ട്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ, ഹാൻഡ് ഔട്ട് ഇതിൻ്റെയൊക്കെ ഡീഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഏതാണ്? വെർട്ടിക്കൽ ആണോ, ലാൻഡ്സ്കേപ്പ് ആണോ, പോർട്രേറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ? നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ, ഹാൻഡ് ഔട്ട് ഒക്കെ ഏത് ഇതിലാണ്? പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലായിരിക്കും. സ്ലൈഡിൻ്റെ മാത്രമേ എന്തിൽ വരുന്നുള്ളൂ? ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിൽ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ആഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. അതായത് നമ്മുടെ ഹാൻഡ് ഔട്ട്സിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ആർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ടൈറ്റിൽ മാസ്റ്റർ യൂസ് ചെയ്യണോ, സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്യണോ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്യണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? ഇതെല്ലാം യൂസ് ചെയ്യാമോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഏതാണ്? ഹാൻഡ് ഔട്ട് മാസ്റ്റർ. ഹാൻഡ് ഔട്ട് മാസ്റ്ററിലാണ് ഏത് വരുന്നത്? നമുക്ക് മുകളിൽ എന്ത് കാണും? ഹെഡർ കാണും, താഴെ ഫൂട്ടർ കാണും, റൈറ്റ് സൈഡിൽ ഡേറ്റ് കൊടുക്കാൻ കാണും, താഴെ എന്ത് കാണും? പേജ് നമ്പർ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം എവിടെയാണ്? ഹാൻഡ് ഔട്ട് മാസ്റ്ററിലാണ് ഉള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്സ് മോഷൻ ഈസ് എ പ്രീ ഡിഫൈൻഡ്. എലിപ്സ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ടെംപ്ലേറ്റ് ആണോ, കളർ സ്കീം ആണോ, അനിമേഷൻ സ്കീം ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? എലിപ്സ്, എൻട്രൻസ്, എക്സിറ്റ് ഇതൊക്കെ ഏതിലാണ് വരുന്നത്? അനിമേഷൻ സ്കീമിനകത്താണ് വരുന്നത്. ഓരോ ഒബ്ജക്റ്റിനും അനിമേഷൻ കൊടുക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? എലിപ്സ് മോഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ ടെക്സ്റ്റ്, പിക്ചർ, ടേബിൾ ഈസ് കോൾഡ്. ടൈറ്റിൽ, സബ് ടൈറ്റിൽ, പിക്ചർ, ടേബിൾ ഇതിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അതിനെ എന്താണ് പറയുന്നത്? ലേഔട്ട് ആണോ, പ്രസൻറ്റേഷൻ ആണോ, ഡിസൈൻ ആണോ, സ്കീം ആണോ? ഏതാണ്? ലേഔട്ട് ആണ്. നമ്മൾ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, പിക്ചർ, ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു വ്യൂവിനെ എന്താ പറയുന്നത്? ലേഔട്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ ഓൺ ദ കീബോർഡ് ക്യാൻ ബി യൂസ് ടു വ്യൂ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ യൂസ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത്? F1 ആണോ, F2 ആണോ, F5 ആണോ, F10 ആണോ? ഏതാണ്? നമുക്കറിയാം ഏതാണ്? F5 ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രം ബിഗിനിങ് ആണെങ്കിൽ, സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ആണെങ്കിൽ F5ഉം, അതുപോലെ തന്നെ ഫ്രം കറണ്ട് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് F5ഉം ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വ്യൂ ഇൻ പവർ പോയിന്റ് ക്യാൻ ബി യൂസ്ഡ് ടു എൻ്റർ സ്പീക്കർ നോട്ട്സ്. സ്പീക്കർ നോട്ട്സ് ഏത് വ്യൂവിലാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്? ആ പേര് തന്നെ ഉണ്ട്. ഏതാണ്? നോർമൽ ആണോ, സ്ലൈഡ് ഷോ ആണോ, സ്ലൈഡ് സോർട്ടർ ആണോ, നോട്ട്സ് പേജ് വ്യൂ ആണോ? ഏതാണ്? നോട്ട്സ് പേജ്. സ്പീക്കർ നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത് നോട്ട്സ് പേജ് വ്യൂവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് സ്ലൈഡ് ട്രാൻസിഷൻ സ്പീഡ്. സ്ലൈഡ് ട്രാൻസിഷൻ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സ്ലൈഡ്സിന് ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് നമ്മളവിടെ കാണിച്ചു ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്പീഡ് അല്ലാത്തത് ഏതാണ്? മീഡിയം ആണോ, സ്ലോ ആണോ, ഫാസ്റ്റ് ആണോ, മോഡറേറ്റ് ആണോ? സ്ലൈഡ് ട്രാൻസിഷൻ എടുത്തപ്പോൾ നമ്മൾ പഠിച്ച സ്പീഡ് ഏതൊക്കെയായിരുന്നു? സ്ലോ ഉണ്ടായിരുന്നു, മീഡിയം ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഉണ്ടായിരുന്നു. മോഡറേറ്റ് നമ്മളവിടെ കണ്ടിട്ടില്ല. അനിമേഷൻ സ്പീഡും നമ്മൾ പഠിച്ചിരുന്നു. അനിമേഷൻ സ്പീഡിൽ എന്തോ വരുമായിരുന്നു? സ്ലോയും വെരി സ്ലോ, മീഡിയം, ഫാസ്റ്റ്, വെരി ഫാസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ ആയിരുന്നു അനിമേഷൻ സ്കീമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏതാണ്? മോഡറേറ്റ് ആണ്, സ്പീഡ് അല്ലാത്തത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്